الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ തിന്മകളുടെ, പാപങ്ങളുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ, അനന്തരഫലങ്ങൾ, അതാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ 13 എണ്ണം വരെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ വായിച്ചു. അടുത്തത് അൽ മആസി സബബുൻ ലിഹവാനിൽ അബ്ദ്. പാപങ്ങൾ ഒരടിമ യാതൊരു ആദരവുമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ദ്യനാവാനുള്ള കാരണമാണ്. قال حسن البصري رحمه الله، حسن البصري رحمه الله പറഞ്ഞു: هانوا عليه فعصوا ولو عزوا عليه لعصمهم. അവരെ അള്ളാഹു നിന്ദിച്ചതുകൊണ്ട്, അവർ തിന്മകൾ ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ദിതരായ അവസ്ഥയിലായി. അവർ ഇസ്സത്തുള്ളവരായിരുന്നെങ്കിൽ അള്ളാഹു അവരെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുമായിരുന്നു. വൈദാ ഹാനൽ അബ്ദു അലല്ലാഹി ലം യുക്രിംഹു അഹദുൻ. അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങാനും ഒരടിമ നിന്ദ്യനായി കഴിഞ്ഞാൽ വേറൊരാൾക്കും അയാളെ ആദരിക്കാൻ സാധിക്കില്ല. كما قال الله تعالى, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതുപോലെ, വമൻ യുഹ്നില്ലാഹ് ഫമാ ലഹു മിൻ മുക്രിം. അല്ലാഹു ഒരാളെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആദരിക്കാൻ വേറൊരാളും ഉണ്ടാകില്ല. വഇൻ അഅ്ദമഹുമുൻ നാസു ഫിദ്ദാഹിരി ലിഹാജതിഹിം ഇലൈഹിം ഔ ഖൗഫൻ മിൻ ശദിഹിം. ഇനി ചിലപ്പോ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളെ ജനങ്ങള് കുറച്ച് ബഹുമാനവും ആദരവൊക്കെ ബാഹ്യമായി കാണിക്കും. അതൊന്നെങ്കിൽ അവന്റെ എന്തെങ്കിലും നേട്ടം കിട്ടാനോ അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഉപദ്രവം ഭയപ്പെട്ടുകൊണ്ടായിരിക്കും. ഫഹും ഫീ ഖുലൂബിഹിം അഹ്ഖറു ശൈഇൻ വഹുവനഹു. എന്നാൽ ആ ആളുകളുടെ കൽബിൽ ഇയാളെ കുറിച്ച്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളെ കുറിച്ച് ഏറ്റവും നിന്ദ്യത നിറഞ്ഞ, വില കുറഞ്ഞ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. നമ്മൾ പലരെയും കാണും, ചിലപ്പോ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ആളുകൾ അയാളിങ്ങനെ പ്രശംസിക്കുക, പുകഴ്ത്തുക കാണും. പക്ഷെ ഒന്നെന്താണ്, അയാളുടെ എന്തെങ്കിലും ആവശ്യം കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഉപദ്രവം പേടിച്ചിട്ടായിരിക്കും. പക്ഷെ കൽബിൽ ഏറ്റവും നിന്ദ്യതയായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. അപ്പൊ പാപങ്ങൾ കാരണം ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. വമിൻഹ, മറ്റൊരു കാര്യം, അന്നൽ അബ്ദ ലാ യസാലു യർതകിബു ദംബ ഹത്താ യഹൂന അലൈഹി വയസ്ഗുറ ഫീ ഖൽബിഹി. ഒരടിമ തിന്മ ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ, തുടർന്നു കഴിഞ്ഞാൽ ആ തിന്മ അവന് നിസ്സാരമായി തീരും. ആ തിന്മയോടുള്ള ഗൗരവം അവനില്ലാതാവും. വദാലിക അലാമത്തുൽ ഹലാക്. അതവന്റെ നാശത്തിന്റെ അടയാളമാണ്. ഒരു തിന്മയോട് നമുക്കത് നിസ്സാരമായി തോന്നുക എന്നുള്ളത് നാശത്തിന്റെ അടയാളമാണ്. ഒരു പാപം അള്ളാഹുവിന്റെ അടുക്കൽ എത്രത്തോളം നിസ്സാരമാകുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ളതാവും. ബുഖാരി അദ്ദേഹത്തിന്റെ സഹീൽ കൊടുത്തൊരു ഹദീസ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മുഅ്മിൻ അവന്റെ പാപത്തെ കാണുക അവന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പർവ്വതം പോലെ, അവന്റെ മേലേക്ക് വീഴുന്ന ഒരു പാറക്കല്ല് പോലെയാണ് അവന്റെ തിന്മയെ കാണുക. വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലൽ അൻഫി. എന്നാൽ ഒരു തെമ്മാടിയായിട്ടുള്ള ആളോ, അവന്റെ തിന്മ എത്ര വലുതാണെങ്കിലും അവൻ കാണുക അവന്റെ മൂക്കിൽ ഇരിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ്. ഫഖാല ബിഹി ഹകദ ഫതാറ. ഒന്ന് തട്ടിക്കളഞ്ഞാല് അത് പോകുന്ന അത്ര നിസ്സാരമായിട്ടാണ് തിന്മയെ കാണുക. അതായത് തിന്മയിൽ മുഴുകിയാൽ ഉണ്ടാകുന്ന വലിയ അപകടമാണ് തിന്മ നമുക്ക് നിസ്സാരമായി തീരും. ഒരു തിന്മ, ഒരു പാപം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അത് വളരെയധികം വലിയ തിന്മയാണെന്നുള്ള തോന്നലുണ്ടാകും, അതിനോട് കുറ്റബോധം ഉണ്ടാകും. പക്ഷെ ആ തിന്മ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തിന്മ നിസ്സാരമായി, അതിനൊരു ചെറിയൊരു കാര്യമല്ലേ എന്നുള്ള തോന്നൽ വരും. അങ്ങനെ വന്നാൽ അത് അവന്റെ നാശത്തിന്റെ അടയാളമാണ്. അടുത്ത ശുഅ്മുദ്ദുനൂബ്, പാപത്തിന്റെ ഒരു ശകുനം അല്ലെങ്കിൽ അതിന്റെ ദോഷങ്ങൾ. മനുഷ്യൻ തിന്മ ചെയ്യുന്നതിന്റെ ദോഷങ്ങൾ അത് വളരെ വലുതാണ്, അത് പരക്കുന്ന ഒന്നാണ്. ومنها
أن غيره من الناس والدواب يعود عليه شؤم ذنوبه فيحترق هو وغيره بشؤم ذنوبه والظلم. മനുഷ്യൻ ചെയ്യുന്ന പാപം കൊണ്ട് മറ്റുള്ള മൃഗങ്ങൾ വരെ ദോഷം അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഹുബാറ, ഹുബാറ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്, കഴുത്തിന് കുറച്ച് നീളമുള്ള ഒരു പക്ഷി, കാട്ടിലുണ്ടാകുന്ന ആ പക്ഷി ലതമൂതു ഫീ വിക്രിഹാ മിൻ ദുൽമി الظالم, ഭൂമിയിൽ ഒരു അക്രമി അക്രമം ചെയ്യുന്നത് കാരണത്താൽ, ഒരു തിന്മ ചെയ്യുന്നത് കാരണത്താൽ അത് അതിന്റെ കൂട്ടിൽ ചത്തുപോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. വഖാല മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നൽ ബഹായിമ തൽഅനു ഉസാത ബനി ആദം ഇദാ ഇസ്തദത് സന വഅംസഖൽ മതർ. ജന്തുക്കൾ വരെ, മൃഗങ്ങൾ വരെ തിന്മ ചെയ്യുന്ന മനുഷ്യരെ ശപിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഒരു വർഷം ഞെരുക്കം അനുഭവപ്പെട്ടാൽ, മഴ തടയപ്പെട്ടാൽ അവർ പറയും, മനുഷ്യൻ ചെയ്ത തിന്മയുടെ അനന്തരഫലമായിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. وقال إكرمة رحمه الله പറയാണ്, دواب الأرض وهوامها حتى الخنافس والأقارب يقولون, ഭൂമിയിലെ ജന്തുജീവജാലങ്ങൾ, ഇഴജന്തുക്കൾ, തേളും അതുപോലെയുള്ള എല്ലാം പറയും, മുനിഅനാ അൽ ഖത്റ ബിദുനൂബി ബനി ആദം, മനുഷ്യൻ ചെയ്ത തിന്മകൾ കാരണത്താൽ ഞങ്ങൾക്ക് മഴ തടയപ്പെട്ടു. കാരണം മനുഷ്യനാണ് ഇവിടെ മുക്കല്ലഫായിട്ടുള്ളത്. ജന്തുജീവജാലങ്ങൾക്ക് എന്തില്ല, നാളെ വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയല്ല, അവർക്ക് നരകവും സ്വർഗവും ഇല്ല. അവർക്കെന്താണ് ഇവിടെ ജീവിക്കുക, അവർക്ക് ആവശ്യമുള്ള ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഭൂമിയിൽ അതിനെന്തെങ്കിലും തടസ്സം വരണമെങ്കിൽ ആ മനുഷ്യൻ ചെയ്ത ആ തിന്മകൾ അനന്തരഫലമായിരിക്കും. അതുകൊണ്ട് അതിന്റെ ദോഷം ജന്തുജീവജാലങ്ങളിൽ വരെ ഉണ്ടാകും. അൽ മആസി തൂരിസു അദ്ദുല്ല, തിന്മകൾ ഒരുത്തനെ അങ്ങേയറ്റം ഇകഴ്ത്തുന്ന അവസ്ഥയിലാക്കും. അവനൊരു ഇസ്സത്തുമില്ലാതെ പ്രതാപവുമില്ലാതെ ഇകഴ്ത്തുന്ന അവസ്ഥയിലാക്കും. അന്നൽ മഅസിയത തൂരിസു അദ്ദുല്ല വലാ ബുദ് ഫഇന്നൽ ഇസ്സ കുല്ലൽ ഇസ്സ ഫീ തആത്തില്ലാ, എല്ലാവിധ പ്രതാപവും അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഖാല തആല, അല്ലാഹു തആല സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞു, മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, ആരെങ്കിലും ഇസ്സത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രതാപം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാവിധ പ്രതാപവും അള്ളാഹുവിന്റെ അടുക്കലാണ്. ഐ ഫൽയത്ലുബ്ഹാ ബിതആത്തില്ലാ ഫഇന്നഹു ലാ യജിദുഹാ ഇല്ലാ ഫി തആതി, ആ ഇസ്സത്ത് നിങ്ങൾ തേടേണ്ടത് അള്ളാഹുവിനുള്ള അനുസരണത്തിലാണ്. അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടല്ലാതെ അത് നിങ്ങൾക്ക് ലഭിക്കില്ല. വകാന മിൻ ദുആഇ ബഅദ് സലഫ്, ചില സലഫുകൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അഇസ്സനി ബിതആതിക് വലാ തുദില്ലനി ബിമഅസിയതിക്, അല്ലാഹുവേ നിന്നോടുള്ള അനുസരണം കൊണ്ട് എനിക്ക് നീ ഇസ്സത്ത് നൽകണമേ, പ്രതാപം നൽകണമേ, നിന്നോടുള്ള ധിക്കാരം കൊണ്ട് എന്നെ നീ നിന്ദ്യനാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. قال الحسن البصري رحمه الله, حسن البصري رحمه الله പറഞ്ഞു, إنهم وإن تقطقت بهم البغال وهملجت بهم البراذين إن ذل المعصية يفارق قلوبهم أبى الله إلا يذل من عصاه. അവന്റെ കഴുതയും കുതിരയും എല്ലാം അവനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ ചെയ്ത തിന്മകൾ കൊണ്ട് അവർ ഈ അനുസരണക്കേട് കാണിക്കുന്നവനോട് ഒരു അകൽച്ച അവരിൽ പ്രകടമാകുന്ന അവസ്ഥ, ഒരു ദില്ലത്ത് അവൻ സ്വന്തത്തിൽ അനുഭവിക്കേണ്ടി വരും. ഖാല അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ ചില ബൈത്തുകൾ, റഅയ്തു ദുനൂബ തുമീതുൽ ഖുലൂബ വഖദ് യൂരിതു ദുല്ല ഇദ്മാനുഹാ, ഞാൻ മനസ്സിലാക്കി പാപങ്ങൾ ഖൽബിനെ കൊന്നുകളയുമെന്ന് മനസ്സിലാക്കി. ആ പാപത്തിൽ തുടരുക എന്നുള്ളത്, അതിന് അഡിക്റ്റ് ആവുക എന്നുള്ളത് നിന്ദ്യത കൊണ്ടുവരും. വതർക്കു ദുനൂബി ഹയാത്തുൽ ഖുലൂബി വഖൈറുൻ ലിന്നഫ്സിക ഇസ്യാനുഹാ, തിന്മകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഖൽബിന്റെ ജീവൻ. അതുകൊണ്ട് നീ ആ തിന്മകളെ ഒഴിവാക്കി അകറ്റി നിർത്തുക എന്ന് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അപ്പൊ നിന്ദ്യത ഉണ്ടാവും, ആളുകളുടെ മുമ്പിൽ നിന്ദ്യനായി മാറും. നമ്മുടെ സ്വന്തത്തിൽ തന്നെ നമുക്ക് സ്വന്തത്തിൽ തന്നെ ഒരു വിലയില്ലാത്ത അവസ്ഥ വരും. നമ്മൾ തിന്മ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ ഒരു പുച്ഛം തോന്നും, ഒരു വിലയും തോന്നൂല. അത്രയും നിന്ദ്യത അനുഭവിക്കേണ്ടി വരും. വൽ മആസി തുഫ്സിദുൽ അഖൽ, തിന്മകളുടെ മറ്റൊരു അനന്തരഫലമാണ് അത് ബുദ്ധിയെ നശിപ്പിച്ചു കളയും. ഒരുത്തന്റെ ചിന്തയെയും ബുദ്ധിയെയും നശിപ്പിച്ചു കളയും. ഫൈനലിൽ അഖ്ലി നൂറൻ, ബുദ്ധിക്കൊരു പ്രകാശമുണ്ട്. വൽ മഅസിയതു തുത്ഫിഉ നൂറൽ അഖ്ലി വലാ ബുദ്, ആ ബുദ്ധിയുടെയും ചിന്തയുടെയും പ്രകാശത്തെ പാപങ്ങൾ കെടുത്തിക്കളയും. വഇദാ തുഫിഅ നൂറുഹു ضعف നഖസ, ആ പ്രകാശം കെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ബുദ്ധി കുറയുകയും ദുർബലമാവുകയും ചെയ്യും. വഖാല ബഅദു സലഫ്, ചില സലഫുകൾ പറയാറുണ്ട്, മാ അസല്ലാഹു അഹദുൻ ഹത്താ യഗീബ അഖ്ലുഹു, ഒരു അടിമയും അള്ളാഹുവിനെ ധിക്കരിക്കുന്നില്ല അവന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടാവാതെ.
എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എന്തുകൊണ്ടാണത് എന്നുള്ളത് പ്രത്യേകം പറയാണ്. വഹാദാ ളാഹിറുൻ, ഇത് പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. فإن لو حضره عقله لحجزه عن المعصية وهو في قبضة الرب تعالى. ഒരുത്തന്റെ ചിന്തയും ബുദ്ധിയും നേരാവണ്ണമുണ്ടെങ്കിൽ അത് അവനെ തിന്മയിൽ നിന്ന് തടയും. കാരണം അവൻ അള്ളാഹുവിന്റെ പിടിയിലാണ്, അള്ളാഹുവിന്റെ പരിധിയിലാണ് എന്ന ബോധമുണ്ടാവും. വതഹ്ത ഖഹ്രിഹി, അവന്റെ അധികാരത്തിന്റെ ചോട്ടിലാണെന്നുള്ള ബോധം ഉണ്ടാവും. വഹുവ മുത്തലിഉൻ അലൈഹി, അള്ളാഹു അവനെ നോക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവും. വഫി ദാരിഹി വലാ ബിസാതിഹി, അവന്റെ പരിധിയിലാണ് എന്നുള്ള ബോധം ഉണ്ടാവും. വമലായികതുഹു ശുഹൂദുൻ അലൈഹി നാളിറൂന ഇലൈഹി, ബുദ്ധിയുള്ള ഒരുത്തന് ബോധം ഉണ്ടാവും, മലക്കുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ ഇതിന് സാക്ഷികളാണ്, എന്നെ നോക്കുന്നുണ്ട് എന്നുള്ളത്. വവാഇദുൽ ഖുർആനി യൻഹാ, അവന്റെ ബുദ്ധി നേരാവണ്ണമുണ്ടെങ്കിൽ അവൻ തിന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഖുർആനിൽ അവൻ പാരായണം ചെയ്തിട്ടുള്ള ഖുർആനിന്റെ ഉപദേശങ്ങൾ ആ തിന്മയിൽ നിന്ന് അവനെ തടയും. വവാഇദുൽ ഈമാനി യൻഹാ, ഈമാനിന്റെ അടയാളങ്ങൾ അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതാ തിന്മയിൽ നിന്ന് അവനെ തടയും. വവാഇദുൽ മൗതി യൻഹാ, മരണത്തെക്കുറിച്ചുള്ള മരണമെന്ന ഉപദേശകൻ അവനെ ആ തിന്മയിൽ നിന്ന് തടയും. വവാഇദുൻ നാരി യൻഹാ, നരകത്തെക്കുറിച്ചുള്ള ചിന്ത അവനെ ആ തിന്മയിൽ നിന്ന് തടയും. വല്ലദീ യഫൂതുഹു ബിൽ മഅസിയ മിൻ ഖൈരി ദുനിയ വൽ-ആഖിറ അദ്ആഫു അദ്ആഫി മാ യഹ്സുലു ലഹു മിൻ സുറൂരി വൽ-ലദ്ദതി ബിഹാ, അവന് ബോധമുണ്ടാവും ഈ തിന്മ കൊണ്ട് എനിക്ക് ലഭിക്കുന്ന ഈ ആസ്വാദനത്തിനേക്കാൾ എനിക്ക് നഷ്ടം വരുന്നത് ഈ ദുനിയാവിലെയും പരലോകത്തിലെയും ഇരട്ടി ഇരട്ടി നന്മകളാണെന്ന ബോധമുണ്ടാവും. ഫൽയുഖ്ദമു അലൽ ഇസ്തിഹാനതി ബിദാലിക കുല്ലിഹി വൽ ഇസ്തിഗ്ഫാഹു ബിഹി ദു അഖലിൻ സലീം, ബുദ്ധിയുള്ള ഒരുത്തന് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ? ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ബുദ്ധിയുള്ള ഒരുത്തൻ ആ തിന്മയിൽ ചെന്ന് വീഴോ? ഇല്ല. അപ്പൊ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരുത്തന്റെ ബുദ്ധി എന്താവും? തിരിഞ്ഞുപോകും. അവന്റെ ബുദ്ധി നശിച്ചു പോകുന്ന അവസ്ഥയാണ് പിന്നെ ഉണ്ടാവുക. അവൻ ഈ കാര്യങ്ങളൊന്നും പിന്നെ ചിന്തിക്കൂല. അവന് പരലോക ഓർമ്മ ഉണ്ടാവൂല, നരക ഓർമ്മ ഉണ്ടാവൂല. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള വിശാലമായ ചിന്താശേഷി അവന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അടുത്ത തിന്മയുടെ അനന്തരഫലം അൽ മആസി തത്ബഉ അലാ ഖൽബി സാഹിബിഹാ, തിന്മകൾ ഒരു അടിമയുടെ കൽബിൽ സീല് വെക്കപ്പെടും. അവന് ആ കൽബിനെ മൂടിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവും. ഇത് നമ്മൾ മുൻപേ കുറച്ച് സൂചിപ്പിച്ച വിഷയമാണ്. ഏത്? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, തിന്മകൾ ചെയ്യുന്തോറും കൽബിനെ ഒരു മൂടി വെക്കപ്പെട്ട് അതുകൊണ്ട് പിന്നെ ഒരു ഉപകാരവുമില്ലാത്ത, ഉൾക്കാഴ്ചയില്ലാത്ത ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ മാറിപ്പോകും. അൽ മആസി മൂജിബത്തു ലില്ലഅന, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിന്മകൾ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും റസൂലുകളുടെയും എല്ലാം ശാപത്തിന് കാരണമാകും, ശാപം കിട്ടാൻ കാരണമാകും എന്ന് പറയാൻ. അന്ന ദുനൂബ തുദ്ഖിലു അൽ അബ്ദ തഹ്ത ലഅനതി റസൂലില്ലാഹി ഫഇന്നഹു ലഅന അലാ മആസിൻ, റസൂലുള്ളാഹിന്റെ ശാപം ലഭിച്ച ആളുകൾ കൂടും. കാരണം തിന്മ ചെയ്യുന്നവരെ റസൂലുള്ള ശപിച്ചതായിട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. വഗൈറുഹാ അക്ബർ മിൻഹാ ഫഹിയ ഔലാ ബിദുഖൂലി ഫാഇലിഹാ തഅത ലഅന, ഈ ശാപത്തിൽ അകപ്പെടും. എന്നിട്ട് റസൂലിനെ ശപിച്ച ഹദീസുകളിൽ വന്നിട്ടുള്ള ചില ആളുകളെ എണ്ണി പറയുകയാണ്. ഫലഅനൽ വാശിമത വൽ മുസ്തൗശിമ, പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരെ റസൂൽ ശപിച്ചിട്ടുണ്ട്. വൽ വാസിലത വൽ മുസ്തൗസിലത, മുടി വെച്ച് ചേർക്കുന്നവരെയും അത് ആവശ്യപ്പെടുന്നവരെയും. വന്നാമിസത വൽ മുതനമ്മിസ, പുരികം പ്ലക്ക് ചെയ്യുന്നവരെയും അത് ആവശ്യപ്പെടുന്നവരും. വൽ വാശിറത വൽ മുസ്തൗശിറ, പല്ലിന്റെ ഇടയിൽ സ്ത്രീകൾ അന്ന് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇടവരുത്തുന്നത്, അതിനാവശ്യപ്പെടുന്നവരും ചെയ്യലും ശപിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം. വലഅന ആകിലു റിബാ വമൂകില വകാതിബഹു വശാഹിദൈ, പലിശ തിന്നുന്നവൻ, അത് തീറ്റിക്കുന്നവൻ, അതിന് സാക്ഷിയാവുന്നവൻ, അത് രേഖപ്പെടുത്തുന്നവൻ, ഇവരെ റസൂൽ ശപിച്ചിട്ടുണ്ട്. വലഅനൽ മുഹല്ലില വൽ മുഹല്ലല ലഹു, അതായത് ഒരു മുഹല്ലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഭാര്യനെ 3 തൊലാക്ക് ചെയ്തു. പിന്നെ ആ ഭർത്താവിന് ഭാര്യയെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം? വേറൊരാള് വിവാഹം കഴിച്ച് ജീവിച്ച് അത് തൊലാക്കാവുകയോ, സാധാരണഗതിയിൽ തൊലാക്കാവുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുകയോ ഒക്കെ ചെയ്താലാണ് ഇയാൾക്ക് പിന്നെ ആദ്യത്തെ ഭർത്താവിന് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കുറെ ആളുകൾ ജൂതന്മാരുടെ ബുദ്ധി എടുക്കും. തൊലാക്ക് ചെയ്തിട്ട് വീണ്ടും കെട്ടണമെങ്കിൽ വേറെ ആരെ കൊണ്ട് തൽക്കാലം ഒരു, മലയാളത്തിൽ എന്തോ മാറ്റക്കല്യാണം എന്തോ ഒരു പേര് പറയുന്നു, വേറൊരാളെ കൊണ്ട് തൽക്കാലം ഒരു നിക്കാഹ് ചെയ്യിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് അപ്പൊ തന്നെ തൊലാക്ക് ചെയ്യിപ്പിക്കും. ഒരുമിച്ച് ജീവിക്കതൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഒരുമിച്ച് ജീവിച്ച് സാധാരണഗതിയിൽ അത് പിന്നെ തൊലാക്കാവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയൊക്കെ വേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ അത് ഹലാലാക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾ, അതാണ് മുഹല്ലിൽ. ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അതാണ് മുഹല്ലൽ ലഹു. അങ്ങനെ രണ്ട് നിൽക്കുന്ന ആളുകളെ, അത് നിൽക്കുന്ന ആളെയും ആരാണോ ആദ്യത്തെ ഭർത്താവ് അയാളും അതിന് പ്രോത്സാഹിപ്പിക്കുന്ന അയാളും രണ്ടുപേരെയും റസൂൽ ശപിച്ചിട്ടുണ്ട്. വലഅന സാരിഖ,
കട്ടെടുക്കുന്നവനെ. ഇതെല്ലാം ഹദീസുകൾ വന്ന് കൊടുത്തിരിക്കുകയാണ്. ഇത് തഖ്രീജ് ചെയ്യുന്നവർ ചിലത് വഅഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടില്ല, കാരണം മൊത്തത്തിൽ തിന്മകളായതുകൊണ്ട്. ولعن شارب الخمر وساقيها وعاصرها ومعتصرها وبائعها ومشتريها واكل ثمنها وحاملها والمحمولة إليها. മദ്യം അത് കുടിക്കുന്നവൻ, അത് പിഴിഞ്ഞുണ്ടാക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, അത് വാങ്ങുന്നവൻ, അതിന്റെ വില ഭക്ഷിക്കുന്നവൻ, അത് പിന്നെ ഏറ്റുകൊണ്ടുപോകുന്നവൻ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാം ശപിക്കപ്പെട്ടിട്ടുണ്ട്. വലഅന മൻ ഗയ്യറ മനാറ അൽ-അർളി വഹിയ അലാമുഹ വഹദൂദുഹ, ഭൂമിയുടെ പരിധി മാറ്റിമറിക്കുന്നവനെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ, സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നവനെ റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട്. വലഅന മൻ ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹു ഗർളൻ യർമീഹി ബിസ്സിഹാം, ഈ അമ്പെയ്തിട്ടോ അല്ലെങ്കിൽ എറിഞ്ഞിട്ടോ എല്ലാം ഉന്നം നേരാക്കാൻ വേണ്ടി പഠിക്കും. ആ പഠിക്കുന്ന സമയത്ത് റൂഹുള്ള എന്തിനെങ്കിലും വെച്ചിട്ട് അതിനെ എറിഞ്ഞ് പഠിക്കുന്നത് ശപിച്ചിട്ടുണ്ട്. അതായത് വേറെ എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു വെക്കാം, പക്ഷെ എന്തെങ്കിലും പക്ഷിയെയോ ജീവിയെയോ വെച്ചിട്ട് അതിനെ എറിഞ്ഞു കൊള്ളിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വെക്കുന്നത് ശപിക്കപ്പെട്ടതാണ്. വലഅന അൽ മുഖന്നഫീന മിന റിജാൽ വൽ മുതറജ്ജിലാതി മിന നിസാ, പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീകളും സ്ത്രീകളുടെ വേഷം കെട്ടുന്ന സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവരെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ അഹദസ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ, ഒരു ബിദ്അത്ത് ഉണ്ടാക്കുന്നവനോ ബിദ്അത്തിന് സംരക്ഷണം നൽകുന്നവനോ ശപിച്ച ആ ബിദ്അത്തുകാരനെ സംരക്ഷിക്കുന്നവനോ റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട്. വലഅന അൽ മുസവ്വിരീൻ, രൂപമുണ്ടാക്കുന്നവരെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ അമില അമല ഖൗമി ലൂത്ത്, സ്വവർഗരതി ലൂത്ത് നബിയുടെ സമൂഹം ചെയ്ത പ്രവർത്തനം ചെയ്തവരെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ സബ്ബ അബാഹു വലഅന മൻ സബ്ബ ഉമ്മഹു, ഉപ്പാനെയോ ഉമ്മാനെയോ ചീത്ത പറഞ്ഞവനെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ കമ്മഹു അമാഅൻ ത്വരീഖ്, ഒരു അന്ധനെ വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുന്നവനെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ അതാ ബഹീമതൻ, ഒരു മൃഗവുമായി രതി ചെയ്യുന്നവനെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ വസമ ദാബതൻ ഫി വജ്ഹിഹാ, മൃഗത്തിന്റെ മുഖത്ത് ചൂടാക്കി അടയാളം വെക്കുന്നവനെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ ضار മുസ്ലിമൻ ഔ മകറ ബിഹി, ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുന്നവൻ അല്ലെങ്കിൽ മുസ്ലിമിനെ ചതിക്കുന്നവൻ അവനെ ശപിച്ചിട്ടുണ്ട്. വലഅന സവ്വാറാത്തിൽ ഖുബൂർ വൽ മുത്തഖദീന അലൈഹ അൽ മസാജിദ വസ്സുറുജ്, ഖബറുകളെ ധാരാളമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ, അതുപോലെ തന്നെ അത് മസ്ജിദായി എടുക്കുന്നവരെ, അതൊരു കെട്ടിപ്പൊന്തിച്ചു വെക്കുന്നവരെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ അഫ്സദ ഇംറഅതൻ അലാ സൗജിഹാ ഔ മംലൂകൻ അലാ സയ്യിദിഹാ, ഒരു ഭാര്യയെ ഭർത്താവിനെ കൊണ്ട് തെറ്റിക്കുന്നവനും അല്ലെങ്കിൽ അടിമയെ യജമാനെ കൊണ്ട് തെറ്റിക്കുന്നവനും ശപിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി. വലഅന മൻ അതാ ഇംറഅതൻ ഫി ദുബ്രിഹാ, ഒരു സ്ത്രീയുടെ പിൻഡാരത്തിലൂടെ രതി ചെയ്യുന്നവനെ ശപിച്ചിട്ടുണ്ട്. വഖബറ അന്ന മൻ ബാതത് മുഹാജിറതൻ അൽ ഫിറാഷ് സൗജിഹാ ലഅനത്ഹ അൽ മലായികതു ഹത്താ തുസ്ബിഹ, ഒരു സ്ത്രീയെ ഭർത്താവ് ക്ഷണിച്ചിട്ട് കിടപ്പറയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പ്രഭാതം വരെ ആ സ്ത്രീയെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും. വലഅന മൻ ഇൻതസബ ഇലാ ഗൈരി അബി, സ്വന്തം ഉപ്പാക്കിലേക്കല്ലാതെ ഉപ്പയാണെന്ന് വേറൊരാളിലേക്ക് ചേർത്തി പറഞ്ഞവനെ റസൂൽ ശപിച്ചിട്ടുണ്ട്. വഖബറ അന്ന മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികതു തൽഅനുഹു, തന്റെ മുസ്ലിമായ സഹോദരന് നേരെ ആയുധം ചൂണ്ടുന്നവനെ മലക്കുകൾ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ സബ്ബ സഹാബ, സഹാബികളെ ചീത്ത പറയുന്നവനെ റസൂൽ ശപിച്ചിട്ടുണ്ട്. വഖദ് ലഅന അല്ലാഹു ഫി കിതാബിഹി മൻ നഫ്സദ ഫിൽ അർളി വഖത്അ റഹിമഹു വആദാഹു വആദാ റസൂലഹു, അല്ലാഹു അവന്റെ കിതാബിൽ ശപിച്ച ആളുകളാണ് ഇനി പറയുന്നത്. അത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ, അതുപോലെ കുടുംബബന്ധം മുറിക്കുന്നവർ, അള്ളാഹുവിനെയും റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവർ, ഉപദ്രവിക്കുന്നവർ, ഇവരെല്ലാം ഖുർആനിലൂടെ ശപിച്ചിട്ടുണ്ട്. അതുപോലെ വലഅന മൻ കതമ മാ അൻസലല്ലാഹു സുബ്ഹാനഹു മിനൽ ബയ്യിനാതി വൽ ഹുദാ, അള്ളാഹു ഇറക്കിയിട്ടുള്ള ഹുദയും നേർമാർഗവും മറച്ചു വെക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. വലഅന അല്ലദീന യർമൂനൽ മുഹ്സനാതിൽ ഗാഫിലാതിൽ മുഅ്മിനാതി ബിൽ ഫാഹിഷ, കന്യകയായിട്ടുള്ള, കന്യകയല്ല തന്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ കുറിച്ച് മ്ലേച്ഛമായ വിചാരാരോപണം നടത്തുന്നവരെ ശപിച്ചിട്ടുണ്ട്. വലഅന മൻ ജഅല സബീലൽ കാഫിരി അഹ്ദാ മിൻ സബീലിൽ മുഅ്മിനിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മാർഗത്തിനേക്കാൾ കാഫിറിന്റെ മാർഗമാണ് നല്ലത് എന്ന് പറയുന്നവനെ ആക്കിയവനെ ശപിച്ചിട്ടുണ്ട്. വലഅന റസൂലുള്ളാഹി റജുല യൽബസു ലുബ്സതൽ മർഅ വൽ മർഅത തൽബസു ലുബ്സൽ റജുൽ, പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും ശപിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി. വലഅന അർറാശി വൽ മുർതശി വറായിശ് വഹുൽ വാസിത്ത് ഫി റശ്വ, കൈക്കൂലി അത് വാങ്ങുന്നവനെ നൽകുന്നവനെ ശപിച്ചിട്ടുണ്ട്. വലഅന അലാ അശ്യാഅ ഉഖറ ഗൈരി ഹാദി, ഇതുപോലെ മറ്റു പല കാര്യങ്ങളെയും റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ ശപിച്ചതായി കാണാം എന്ന്. അപ്പൊ ഈ തിന്മ ചെയ്യുമ്പോൾ ഇതിലിപ്പോ ധാരാളം തിന്മകൾ പറഞ്ഞു,
അപ്പൊ ഈ തിന്മകളിൽ ചെന്ന് വീഴുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച അല്ലെങ്കിൽ അള്ളാഹു ശപിച്ച അല്ലെങ്കിൽ മലക്കുകൾ ശപിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടി വരും. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടിയ തിന്മ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് വൻപാപാണെന്നാണ്. അള്ളാഹു റസൂലും ശപിച്ച ഒരു തിന്മ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വൻപാപത്തിലാണ് കൂട്ടപ്പെടുക. അതുകൊണ്ട് ഗൗരവത്തിൽ നാം ചിന്തിക്കണം. അൽ മആസി സബബുൻ ലിഹർമാനി ദഅവത്തി റസൂലി വൽ മലായിക. തിന്മ ചെയ്യുക എന്നുള്ളത് റസൂലുകളുടെയും മലക്കുകളുടെയും ദുആയിൽ ഉൾപ്പെടുന്നതിനെ തടയും. റസൂലുകളുടെയും മലക്കുകളുടെയും ദുആയിൽ ഉൾപ്പെടുന്നതിനെ തടയും. ഫഇന്നല്ലാഹ സുബ്ഹാനഹു അമറ നബിയഹു അൻ യസ്തഗ്ഫിറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കാരണം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി എന്ത് ചെയ്യാൻ? ഇസ്തിഗ്ഫാർ തേടാൻ. അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിലെ 8-9 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു വഖാല തആല അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു. അർശിനെ വഹിക്കുന്നവരും അതുപോലെ അർശിനു ചുറ്റുമുള്ള മുഖർരിബീങ്ങളായിട്ടുള്ള മലക്കുകളുണ്ട്. അവരും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അവർ അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യുന്നവരാണ്. വയുഅ്മിനൂന ബിഹി. അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ തേടും. ആര്? അള്ളാഹുവിനേറ്റ് ഏറ്റവും അടുത്തിട്ടുള്ള മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. റബ്ബന. അവർ പറയും ഞങ്ങളുടെ റബ്ബേ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാ ഉൾക്കൊള്ളുന്നത്ര വിശാലമാണല്ലോ. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക. അള്ളാഹ് നീ പുറത്തു കൊടുക്കണം. തൗബ ചെയ്ത് മടങ്ങുന്ന നിന്റെ മാർഗം അഥവാ അള്ളാഹുവിന്റെയും റസൂലും പഠിപ്പിച്ചെന്ന മാർഗം പിൻപറ്റുന്നവർക്ക് നീ പുറത്തു കൊടുക്കണം. വഖിഹിം അദാബൽ ജഹീം. അവരെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും വേണം. റബ്ബന ഞങ്ങളുടെ റബ്ബേ വദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും. നീ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നീ അവരെ പ്രവേശിപ്പിക്കണം. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അവരിൽ നിന്ന് നന്നായിട്ടുള്ള അവരുടെ പിതാക്കന്മാർ, മാതാപിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ സന്താനങ്ങൾ എന്നിവരെയും ഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ അസീസുൽ ഹക്കീമുമാണല്ലോ. വഖിഹിമുസ് സയ്യിആത്ത്. അവർ ചെയ്ത തിന്മകളുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കണം. വമൻ തഖിസ് സയ്യിആത്ത് യൗമഇദിൻ ഫഖദ് റഹിംത. ആ തിന്മകളുടെ ദോഷങ്ങളിൽ നിന്ന് ആരെയാണോ നീ എന്ന് സംരക്ഷിച്ചത് അവർക്ക് നീ കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു. വദാലിക ഹുവൽ ഫൗസുൽ അദീം. അത് മഹത്തായ വിജയമാണ്. അപ്പൊ ഈ ആയത്തിൽ എന്താണ് പറഞ്ഞത്? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു ഫഹാദാ ദുആഉൽ മലായികതി ലിൽ മുഅ്മിനീന അത്തായിബീന അൽ മുത്തബിഈന ലികിതാബിഹി വസുന്നതി റസൂലിഹി അല്ലദീന ലാ സബീല ലഹും ഗൈറുഹും. ഈ ദുആ ആർക്കുള്ളതാ? ഈ ദുആ മലക്കുകളുടെ ഈ ദുആ കിട്ടുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും പിൻപറ്റുന്ന ആളുകൾക്കുള്ളതാണ്. فلا يطمع غير هؤلاء بإجابة هذه الدعوة إذ لا يتصف بصفات المدعو له بها والله المستعان. ഈ സിഫത്ത് പറഞ്ഞ ആളുകൾക്കല്ലാതെ എന്ത് കിട്ടില്ല? ഈ ദുആയിൽ ഉൾപ്പെടാൻ സാധിക്കില്ല. തിന്മ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ്? പശ്ചാത്തപിച്ച് മടങ്ങുന്നവരിലും അള്ളാഹു ഖുർആനും സുന്നത്തും പിൻപറ്റുന്ന ആളുകളിലും ആവുക. അപ്പോ ആ മലക്കുകളുടെ ദുആയിൽ നിന്ന്, റസൂലുകളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ദുആയിൽ നിന്ന് അവർ ഒഴിവാകും. അതുപോലെ തന്നെ ഉഖൂബാത്തുൽ മആസി, തിന്മക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷകൾ, അത് സഹോദരങ്ങളെ ഗൗരവമുള്ളതാണ്. നമ്മൾ ഒരിക്കലും അതിനെ കണ്ടില്ല എന്നടിക്കരുത്. റവാഹുൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, മിൻ ഹദീസ് സമുറത്ത് ഇബ്നു ജുൻദുബ് كان النبي صلى الله عليه وسلم مما يكثر أن يقول لأصحابه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ധാരാളം ചോദിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അൽ റഅ അഹദും മിൻകും മിൻ റുഇയ. നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. അതിന് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ വായിക്കുന്നില്ല, അതിന്റെ ആശയം പറയാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എന്റെ അടുക്കൽ രണ്ടാളുകൾ വന്നു. അങ്ങനെ രണ്ടാളുകൾ എന്നെ കൊണ്ടുപോയി. അങ്ങനെ പോയപ്പോ ആദ്യം ഒരാളെ കണ്ടു. അയാൾ കിടക്കുകയാണ്. അയാളുടെ അടുത്ത് നിന്ന് ഒരാൾ വലിയൊരു പാറക്കല്ല് ഈ കിടക്കുന്ന ആളുടെ തലയിലേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ ആ പാറക്കല്ല് ഉരുണ്ട് താഴത്തേക്ക് പോകും. ആ ഉരുണ്ടുപോയ പാറക്കല്ല് തിരിച്ച് ആ ഇട്ട ആൾ എടുത്തു വരുമ്പോഴേക്കും ചതഞ്ഞു പോയ അയാളുടെ തല വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടാവും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം വന്ന ഈ രണ്ടാളോട് ചോദിച്ചു, ഇതാരാണ്? അവർ പറഞ്ഞു, മുന്നോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് ചാരിയിരിക്കുന്ന ഒരാളുടെ അടുക്കലെത്തി. അയാളുടെ പിന്നിൽ നിന്ന് ഇരുമ്പിന്റെ പോലെയുള്ള നഖങ്ങൾ പോലെയുള്ള കൊളുത്തുകൾ വലിച്ച്
ഈ മുഖത്തിന്റെ ഒരു ഭാഗം വലിച്ചു കീറും, വായും കണ്ണുമെല്ലാം വലിച്ചൊരു ഭാഗത്തേക്ക് പിരടി വരെ വലിച്ചു കീറും. അങ്ങനെ ഈ ഭാഗം വലിച്ചു കീറി ഇത് പഴയ പോലെ ആകുമ്പോഴേക്കും ഈ മറ്റേ ഇടത് ഭാഗത്തിന് വലിച്ചു കീറും. അപ്പൊ ഈ ഭാഗം പഴയ പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതും ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആരാണ്? അവർ പറഞ്ഞു മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അടുപ്പിന്റെ രൂപത്തിൽ മേൽഭാഗം ഇടുങ്ങിയിട്ടുള്ള അടിഭാഗം വിശാലമായിട്ടുള്ള ഒരു പാത്രം പോലത്തെ അവിടെ എത്തി. അതിനകത്ത് നിന്ന് ഭയങ്കര ശബ്ദം കേൾക്കാനുണ്ട്. അങ്ങനെ തീജാലകൾ പുറത്തേക്ക് വരുമ്പോ നഗ്നരായ പുരുഷനും സ്ത്രീകളും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവർ മേലോട്ട് വരുമ്പോൾ നിലവിളിച്ചുകൊണ്ടുള്ള അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഇവരാരാണ്? അവർ പറഞ്ഞില്ല, മുന്നോട്ട് പോകാൻ പറഞ്ഞു. അതിന് കുറച്ചു കഴിഞ്ഞ് ഒരു അരുവിയുടെ അടുക്കലെത്തി. അരുവി ചുവന്ന നിറത്തിലുള്ള അരുവിയാണ്. ആ അരുവിയിൽ ഒരാൾ നീന്തി കരയിലോട്ട് അടുക്കാൻ വരുമ്പോൾ കരഭാഗത്ത് മറ്റൊരാൾ കുറെ കല്ലുകളുമായി നിൽക്കുന്നുണ്ട്. ഇയാൾ അടുത്തേക്ക് വരുമ്പോഴേക്കും ഈ കല്ലുകൾ നീന്തി വരുന്ന ആളുടെ വായിലേക്ക് എറിയും. അങ്ങനെ അയാൾ വീണ്ടും തിരിച്ചു പോകും. വീണ്ടും വരുമ്പോ വീണ്ടും കല്ലെറിഞ്ഞ് ഓടിക്കുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഇത് ആരാണ്? പറഞ്ഞു കൊടുത്തില്ല, മുന്നോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ ഒരാൾ ഒരിക്കലെത്തി. അയാൾ ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന ഭയമുണ്ടാക്കുന്ന മുഖമുള്ള ഒരാളാണ്. അയാള് തീ ഇങ്ങനെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇയാളെ കുറിച്ച് ചോദിച്ചു ഇത് ആരാണ്? അപ്പൊ അവര് പറഞ്ഞു മുന്നോട്ട് കിടക്കാൻ പറഞ്ഞു കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു തോട്ടത്തിലെത്തി. ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള ധാരാളം കാര്യങ്ങളുള്ള തോട്ടത്തിലെത്തി. അവിടെ ഒരാളെ കണ്ടു. അയാൾ നല്ല ഉയരത്തിലുള്ള ആളാണ്. അയാളുടെ മുഖം കാണാനുണ്ടായിരുന്നില്ല. അയാളുടെ ശരീരം കാണുന്ന അവസ്ഥയിൽ ഉയരത്തിൽ ഒരാളെ കണ്ടു. അയാളുടെ ചുറ്റും ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഇത് ആരാണ്? അവർ പറഞ്ഞു കൊടുത്തില്ല, മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പിന്നീടൊരു തോട്ടത്തിലെത്തി. വളരെ വിശാലമായിട്ടുള്ള അതുപോലൊരു തോട്ടം കണ്ടിട്ടില്ല. അങ്ങനെ അത് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തുറന്നു. അതിനകത്ത് കെട്ടിടങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ അതിലേക്ക് തുടർന്നപ്പോൾ ഒരു കൂട്ടം ആളുകളെ കണ്ടു. ആ ആളുകളുടെ ഒരു പാതി വളരെ ഭംഗിയുള്ളതും മറ്റൊരു പാതി വികൃതമായതുമാണ്. അങ്ങനെ അവരോട് കുറച്ചപ്പുറത്ത് വെള്ള നിറത്തിലുള്ള പാലിന്റെ ഒരു അരുവിയിൽ പോയി അതിൽ മുങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ആ ആളുകൾ അതിൽ മുങ്ങി വന്ന് തിരിച്ചു വന്നപ്പോഴേക്കും അവരെന്തായി? അവരേറ്റവും ഭംഗിയുള്ള പൂർണ്ണമായി നല്ല അവസ്ഥയിലായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ പറഞ്ഞു ഹാദിഹി ജന്നത്തു അദ്ൻ, ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു ഭവനം കാണിച്ചു കൊടുത്തു. അതാണ് ഹാദാ മൻസിലുക് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ മേഘം പോലെ വളരെ വെളുത്തിട്ടുള്ള വലിയൊരു കൊട്ടാരം കണ്ടു. അപ്പൊ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഹാദാ മൻസിലുക്, ഇതാണ് നിന്റെ മൻസിൽ, നിന്റെ ഭവനം എന്ന് പറഞ്ഞു. ബാറക്കല്ലാഹു ഫീകുമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നിന്റെ സമയമായിട്ടില്ല, ഇപ്പോഴല്ല നീ പ്രവേശിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുൽതു ലഹുമാ, ഞാൻ അവരോട് ചോദിച്ചു ഫഇന്നി ഖദ് റഅയ്തു മുൻദു ലൈലതി അജബൻ, ഞാൻ കുറെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ഫമാ ഹാദൽ ലദീ റഅയ്തു, എന്താണ് ഞാൻ കണ്ടതൊക്കെ? ഖാല ലീ അമ്മാ ഇന്നാ സനുഖ്ബിറുക, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്ന് അവർ പറഞ്ഞു. അമ്മ റജുലുൽ അവ്വലു അല്ലദീ അതൈത അലൈഹി യുസ്ലഹു റഅസുഹു ബിൽ ഹജർ, തലയിൽ പാറക്കല്ലിട്ട് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിരുന്ന വ്യക്തി. ഫഇന്നഹു റജുലുൽ ലദീ യഖുദുൽ ഖുർആൻ, അവൻ ഖുർആൻ അറിയുന്ന പഠിച്ചിട്ടുള്ള ആളായിരുന്നു. ഫയർഫുദുഹു, അങ്ങനെ അവൻ അതിനെ പാഴാക്കി കളഞ്ഞു. വയനാമു അനിസ് സലാത്തിൽ മക്തൂബ, എന്നിട്ട് നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് ആ ഖുർആനും നിസ്കാരം എല്ലാം പാഴാക്കി കളഞ്ഞ് കിടന്നുറങ്ങുന്ന അവസ്ഥയിലായിരുന്നു അവനുണ്ടായിരുന്നത്. പിൻഭാഗം വരെ മുഖം വലിച്ചു കീറിയിരുന്ന വ്യക്തി. കണ്ണും മൂക്കും വായി എല്ലാം പിടിച്ചു വലിച്ചിരുന്ന വ്യക്തി. അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിൽ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആളായിരുന്നു. അടുപ്പ് പോലെയുള്ള അതിൽ ഉണ്ടായിരുന്ന നഗ്നരായിട്ടുള്ള ആണും പെണ്ണും വ്യഭിചാരികളും വ്യഭിചാരിണികളുമായിരുന്നു. ആ അരുവിയിൽ നീന്തി കല്ലുകൊണ്ട് എറിഞ്ഞ് അകറ്റപ്പെട്ടിരുന്ന വ്യക്തി ഫൈന്നഹു ആകിലു റിബ, പലിശ നിന്നിരുന്നവനാണ്. والرجل الكريه المرآت الذي عند النار يحشها ويسعى حولها فإنه مالك خازن جهنم. ആ തീ ഒരുമിച്ച് കൂട്ടിയിരുന്ന ഭയപ്പെടുന്ന രൂപമുണ്ടായിരുന്ന വ്യക്തി നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മാലിക്കായിരുന്നു. വമ്മർറജുലു തവീലുല്ലദീ ഫിറൗള, തോട്ടത്തിലിരുന്ന നീളത്തിലുള്ള വ്യക്തി ഫൈന്നഹു ഇബ്രാഹിം, അത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വമ്മൽ വിൽദാനുല്ലദീന ഹൗലഹു, അവർക്ക് ചുറ്റുമുള്ള കുട്ടികൾ ഫകുല്ലു മൗലൂദിൻ മാത അലൽ ഫിത്ര വഫി റിവായ വുലിദ അലൽ ഫിത്ര,
ഫിത്രത്തിൽ ജനിച്ചിട്ട് അങ്ങനെ മരിക്കുന്ന കുട്ടികൾ അവരാണത്. കാഫിറിന്റെ മക്കളും മുശ്രിക്കുകളുടെ മക്കളും അതിൽ ഉൾപ്പെടുന്നു എന്ന് ചില ഹദീസുകൾ കാണാം. അങ്ങനെയുള്ള ആളുകളാണത്. വമ്മൽ ഖൗമുല്ലദീന കാനു ശത്ര മിൻഹും ഹസന വശത്ര മിൻഹും ഖബീഹ, ഒരു പാതി ഭംഗിയുള്ളതും ഒരു പാതി വൃത്തികെട്ടവുമായിരുന്ന കുറെ ആളുകൾ. ഫൈന്നഹും ഖൗമുൻ ഖലതു അമലൻ സാലിഹ വആഖറ സയ്യിഅൻ തജാവസ അല്ലാഹു അൻഹും, അവര് നന്മയും തിന്മയും ഒരുപോലെ ചെയ്തിരുന്ന ആളുകളാണ്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയുണ്ടായി. അക്കൂട്ടരാണ് അവർ എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മൾ ചിന്തിക്കണം. ഓരോ തിന്മക്കും പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ശിക്ഷയാണത്. നമ്മളൊരു തിന്മയിൽ ആരും കാണാതെ തുടരുന്നുണ്ട്, ആരും അറിയാതെ അത് മുഴുകുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ എല്ലാം വെളിവാകുന്ന ആളുകൾ അറിയാത്തൊരു ഞാനുണ്ടല്ലോ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ആളുകളുടെ മുമ്പിൽ നമ്മൾ പല രീതിയിലായിരിക്കും. നമ്മുടെ ഇസ്ലാമിക വേഷം, ഇസ്ലാമിക രൂപം, നമ്മുടെ നിസ്കാരത്തമ്പ്, ഇതെല്ലാം ആളുകളുടെ മുമ്പിൽ നമ്മളെ മാന്യനായി ചിത്രീകരിക്കും. പക്ഷെ ആരുമില്ലാത്ത സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മളുള്ളൊരു ഞാനുണ്ടല്ലോ, ആ ഞാനായിരിക്കും അള്ളാഹിന്റെ അടുക്കൽ വരിക. ആ ഞാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ആ നമ്മളെയാണ് അള്ളാഹു നാളെ വിചാരണ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ തിന്മകളുടെ അപകടങ്ങളെ ചിന്തിക്കുകയും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ബസീറത്തുള്ളവരുമാവുക, ഉൾക്കാഴ്ചയുള്ളവരാവുക. എന്നിട്ട് ക്ഷമിക്കുക. ദുനിയാവ് കുറച്ചുള്ളൂ. ഇപ്പൊ നമ്മൾ എത്ര വർഷമായി നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക? അതിൽ നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും നമ്മൾ മരിച്ചു പോവാം. ആ നിമിഷം വരെ ഒന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാല് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മഹത്തായ സുഖസൗകര്യങ്ങളുള്ള സ്വർഗമാണ്. ദുനിയാവിന്റെ മേലെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ നമുക്ക് വിജയിക്കാം. ആ ക്ഷമ പോലും കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാവുക. അടുത്ത ഒരു അനന്തരഫലം, ദോഷം, അൽ മആസി സബബുൻ ലിൽ ഫസാദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാകാൻ, ഭൂമിയിൽ എല്ലാവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് തിന്മകൾ എന്നുള്ളത്. അന്നഹാ തുഹദിസു ഫിൽ അർദി അൻവാഅൻ മിനൽ ഫസാദി ഫിൽ മിയാഹി വൽ ഹവാഇ വസ്സുറൂഅ വസ്സിമാർ വൽ മസാകിൻ, കായ്ക്കനികളിലും കൃഷിയിലും അതുപോലെ തന്നെ കാറ്റിലും വെള്ളത്തിലും തുടങ്ങിയ എല്ലാത്തിലും ഫസാദ് ഉണ്ടാവാൻ മനുഷ്യന്റെ തിന്മകൾ കാരണമാകും. ഖാല തആല, അല്ലാഹു സൂറത്തുർ റൂമിൽ പറഞ്ഞു, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അതാ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായിട്ട്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ, അവരനുഭവിക്കാൻ, രുചിക്കാൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കുറച്ച് അവരനുഭവിച്ചിട്ട് അവരൊന്ന് മടങ്ങി വരാൻ, അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ഈ പല രീതിയിൽ ആകാശത്ത് മഴ തടയപ്പെടും, കൃഷിയിൽ കുറവുണ്ടാകും, അങ്ങനെ പല രീതിയിൽ തിന്മകൾ കാരണത്താൽ ദുനിയാവിൽ ദോഷങ്ങൾ ഉണ്ടാവും. ഇവിടെ ബഹർ എന്നുള്ള പദത്തിനെ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ബഹർ എന്ന് ഉദ്ദേശിക്കുന്നത് വെറും കടൽ എന്നുള്ള അർത്ഥത്തിലല്ല. വെള്ളമുള്ള ഏതൊരു ഗ്രാമത്തിനെയുമാണ് ബഹർ എന്ന് പറയുക. വെള്ളം ലഭിക്കുന്ന ശുദ്ധമായ വെള്ളത്തിനെയും അള്ളാഹു ബഹർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൽ സൂറത്ത് ഫാത്തിൽ, വമാ യസ്തവിൽ ബഹ്റാനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഖുൻ ശറാബു വഹാദാ മിൽഹുൻ ഉജാജ്, രണ്ട് കടലുകൾ ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ വെള്ളം കടലിലുണ്ടാവൂല. ബഹ്ർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ വെള്ള സൗകര്യമുള്ള ഏത് ഗ്രാമത്തിലും ഏത് സ്ഥലത്തും ഇതുപോലുള്ള ഫസാദുകൾ, കുഴപ്പങ്ങൾ ഉണ്ടാകും. ഏത് തിന്മ ചെയ്താലും സഹോദരങ്ങളെ അള്ളാഹുവിൽ നിന്ന് അതിന്റെ ഒരു ശിക്ഷ, അതിന്റെ ഒരു അനന്തരഫലം അവിടെ ഉണ്ടാവും. സലഫുകൾ ചില പറയാറുണ്ട്, കുല്ലമാ അഹ്ദസ്തും ദംബൻ, നിങ്ങൾ എപ്പോഴൊക്കെ തിന്മ ചെയ്യുന്നുവോ, അഹ്ദസ അല്ലാഹു ലക്കും മിൻ സുൽത്താനിഹി ഉഖൂബ, അവന്റെ അധികാരത്തിൽ നിന്ന് അള്ളാഹു ഭൂമിയിൽ ഒരു ശിക്ഷയുണ്ടാക്കും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതുകൊണ്ട് തിന്മകൾ ഫസാദിനെ ഉണ്ടാക്കും. വമിൻ തഅ്തീരിൽ മആസി ഫിൽ അർദ്, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുടെ, തിന്മകൾ കൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളിൽ പെട്ടതാണ് മാ യഹില്ലു ബിഹാ മിനൽ ഖസഫി വസ്സൽസാൽ വയംഹഖു ബറകതഹാ, ഭൂമിയിൽ ഗർത്തങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഭൂമിയിലെ ബറക്കത്തുകൾ നശിക്കുന്ന അവസ്ഥ തിന്മകളുടെ ഫലമാണ്. വഖദ് മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദിയാരി സമൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിക്കപ്പെട്ട സമൂദ് ഗോത്രത്തിന്റെ അവരുടെ വീടുകളുടെ ആ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഫമനഅഹും മിൻ ദുഖൂലി ദിയാരിഹിം ഇല്ലാ വഹും ബാഖൂൻ, സഹാബികളോട് അതിൽ കയറരുത് എന്ന് പറഞ്ഞു. ഇനി കയറുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മാത്രമേ കയറാൻ പാടുള്ളൂ. വമൻ ശുരിബ മിയാഹും വമനിൽ ഇസ്തിഖാ മിൻ ആബാരിഹിം ഹത്താ അമറ അൻ യുഅലഫ അൽ അജീനു അല്ലദീ ഉജ്ന ബിമിയാഹിം ലിന്നവാദിഹ്, അവരുടെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ അത് കുടിക്കരുത്. ആ വെള്ളം
അവരെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കരുത്. മൃഗങ്ങൾക്ക് ഭക്ഷണം കുഴച്ചു കൊടുക്കാൻ പോലും ആ നശിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ള വെള്ളം ഉപയോഗിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവർ ചെയ്ത തിന്മയുടെ ആ ദോഷം അവരുടെ വെള്ളത്തിൽ വരെ ഉണ്ടാകും. ഈ തിന്മയുടെ ദോഷങ്ങൾ കൃഷി ചെയ്തുണ്ടാകുന്ന വിളവുകളിൽ പോലും ഉണ്ടാകുമെന്ന് കാണാം. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊടുക്കുന്ന ഒരു അസറിൽ ഇതുപോലെയുള്ള ആശയങ്ങൾ കാണാം. അഥവാ മുൻകാലത്ത് നീതിപൂർവ്വം ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ വിശാലമായ കായ്ക്കനികൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത്. ഇബ്നു ഖയ്യിം എന്നിട്ട് പറയാണ്, വഖ്ബറനി ജമാഅത്തു മിന ശുയൂഖ് അസ്സഹ്റാ, കുറെ ഷെയ്ഖുമാർ, വളരെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ മുൻപുള്ള ആളുകൾ എന്നെ അറിയിക്കുകയുണ്ടായി, അന്നഹും കാനു യഹുദൂന സിമാർ അക്ബറ മിമ്മാ ഹിയ അൽആൻ. ഇബ്നു ഖയ്യിം പറയാണ്, അദ്ദേഹത്തിന്റെ കാലത്ത് ലഭിച്ചിരുന്നതിനേക്കാൾ വലിയ വലുപ്പത്തിലും അതുപോലെ വലിയ രീതിയിലും കായ്ക്കനികൾ ഞങ്ങളുടെ കാലത്ത് ലഭിക്കാറുണ്ടായിരുന്നു. അഥവാ തിന്മകളുടെ ആധിക്യം അതിനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ സഹോദരങ്ങൾ, അടുത്തൊരു അപകടം സൃഷ്ടികളുടെ രൂപത്തിലും കോലത്തിലും വരെ മാറ്റം വരുന്ന തിന്മകൾ കൊണ്ട് ഈ സൃഷ്ടികളുടെ, ദുനിയാവിലുള്ള സൃഷ്ടികളുടെ രൂപത്തിലും കോലത്തിലും വരെ മാറ്റം വരുന്ന സൃഷ്ടിയിലും അവരുടെ രൂപത്തിലും മാറ്റം വരും. തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ്, തിർമിദിയാണെന്ന് ഇബ്നു ഖയ്യിം പറഞ്ഞിരിക്കും, പക്ഷെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു ആദമ വതൂലുഹു ഫിസ്സമാഇ 60 ദിറാഅൻ. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച സമയത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഉയരം ആകാശത്തിലേക്ക് 60 മുഴത്തോളമുണ്ട്. ഫലം യസൽ അൽ ഖൽഖ് യൻഖുസ് ഹത്താ അൽആൻ. പിന്നീട് അത് കുറഞ്ഞു വരികയാണ് ഉണ്ടായത് എന്ന്, മനുഷ്യന് ഇന്ന് എത്തിയ അവസ്ഥയിൽ കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. എന്നിട്ട് പറയാണ്, ഫൈദ അറാദല്ലാഹു, ഇബ്നു ഖയ്യിം വിശദീകരിക്കാനായില്ലേ, ഫൈദ അറാദല്ലാഹു യുതഹിറ അൽ അർള മിന അദ്ദലമതി വൽ ഫജ്റതി വൽ ഖവനത്. അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ഭൂമിയെ അക്രമത്തിൽ നിന്നും ചതിയിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ യുഖ്രിജു അബ്ദൻ മിൻ ഇബാദിഹി മിൻ അഹ്ലി ബൈതി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ നിന്ന് ഒരു അടിമയെ അള്ളാഹു കൊണ്ടുവരും. അഥവാ ഇമാം മഹ്ദിയാണ് ഉദ്ദേശം. ഫയംലഉൽ അർള ഖസതൻ കമാ മുലിഅത് ജൗറൻ. അക്രമം നിറഞ്ഞ ഈ ഭൂമിയിൽ പിന്നീട് നീതി ആ ഭരണാധികാരിക്ക് ഇമാം മഹ്ദിന്റെ കീഴിലുണ്ടാകും. വയഖ്തുൽ മസീഉൽ യഹൂദ വൻ നസാറ. ജൂത നസാറാക്കളെ മസീഹ് ഈസാ നബി അലൈഹി ഇസ്ലാം വന്ന് യുദ്ധം ചെയ്ത് ഇല്ലാതാക്കും. വയുഖീമുദ്ദീന അല്ലദീ ബഅസല്ലാഹു ബിഹി റസൂലഹു. അല്ലാഹു റസൂലുകളെ നിയോഗിച്ച ഏതൊരു ദീനാണോ ആ ദീൻ അവിടെ നിലവിൽ വരും. വതുഖ്രിജുൽ അർളു ബറകതഹാ. ആ കാലത്ത് ഭൂമി അതിന്റെ ബറക്കത്തുകൾ വീണ്ടും കൊണ്ടുവരും. അഥവാ ഭൂമിയിലുള്ള ബറക്കത്ത് ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ശിർക്കും കുഫറും ബിദ്അത്തും മഅസിയത്തുകളും കൊണ്ടാണ്. ഇതെല്ലാം മാറി വീണ്ടും തൗഹീദിന്റെയും സുന്നത്തിന്റെയും താഅത്തിന്റെയും ഒരു ഭരണം വരുമ്പോ ഭൂമി അതിന്റെ ബറക്കത്തുകൾ കൊണ്ടുവരും. എത്രത്തോളം വതഊദ കമാ കാനത്. അത് ആദ്യം ഉണ്ടായിരുന്നത് പോലെ. ഹത്താ ഇന്നൽ ഉസാബത മിനൻ നാസ് ലയഅകുലൂന അർറുമാനത വയസ്തദില്ലൂന ബി ഖഹ്ഫിഹ. എത്രത്തോളം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസിൽ വന്നതുപോലെ ഒരു വലിയ സംഘം ആളുകൾക്ക് ഒരു റുമ്മാൻ മതിയാവും. ഒരു റുമ്മാൻ എന്താ പറയാ, അനാറ്, ഒരു റുമ്മാൻ മതിയാവും. എന്നിട്ട് അതിൽ നിന്ന് ഭക്ഷിച്ച് അതിന്റെ തോടിൽ അവര് തണല് ലഭിക്കുന്ന അവസ്ഥയിൽ ഒരു കൂട്ടം ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്ര ബറക്കത്തുണ്ടാകും. വയഖൂലുൽ അൻഖൂദ് മിനൽ ഐനബ് വഖറ ബഈർ. ഒരു ഈന്തപ്പനക്കുല അതൊരു ഒട്ടകത്തിന്റെ മേലെ ഏറ്റിക്കൊണ്ടുപോകാൻ മാത്രം വലുതാവും. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. വഇന്നൽ ലഖഹതൽ വാഹിദ ലതക്ഫി അൽ ഫിആം മിനൻ നാസ്. ഒരു വലിയ സംഘം ആളുകൾക്ക് ഒരാടോ അല്ലെങ്കിൽ പാല് കറക്കുന്ന ഒരു ജീവിയിൽ നിന്ന് കിട്ടുന്ന പാല് തന്നെ വലിയ കൂട്ടം ആളുകൾക്ക് മതിയാവും. അത്രത്തോളം ബറക്കത്തുകൾ വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടാകും. വഹാദ ലിഅന്നൽ അർള ലമാ തഹറത് മിനൽ മആസി ളഹറത് ഫീഹാ ആഥാറുൽ ബറകതി മിനല്ലാഹി അല്ലതി വമഹഖതഹാ ദുനൂബ് വൽ കുഫർ. ഈ തിന്മകൾ ഒഴിവായി മാറുന്ന സമയത്ത് ഭൂമിയിൽ വീണ്ടും അതിന്റെ ബറക്കത്തുകൾ തിരിച്ച് വരുന്നതിനുള്ള അടയാളങ്ങളാണിത്. വലാ റൈബ അന്നൽ ഉഖൂബാതി അല്ലതി അൻസലഹ അല്ലാഹു ഫിൽ അർദ് ബഖിയത് ആഥാറുഹാ സാരിയതൻ ഫിൽ അർദ് തത്ലുബു മാ യുശാകിറുഹാ മിന ദുനൂബി അല്ലതി ആഥാറു തിൽകൽ ജറായിം അല്ലതി ഉദ്ദിബത് ബിഹൽ ഉമം. മുൻഗാമികളായ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ട ആ തിന്മകൾ, അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ ബറക്കത്തുകൾ ഇല്ലാതാകുന്നത്. അത് ഒഴിവാകുമ്പോൾ വീണ്ടും ഭൂമിയുടെ ബറക്കത്തുകൾ തിരിച്ചു വരും എന്ന് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്.
അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ നീതിപൂർവമുള്ള അവസ്ഥ ഭൂമിയിൽ ഉണ്ടാകണം. ഹിർക്കും കുഫ്രും ബിദ്അത്തും ദലാലത്തും മഅസിയത്തുകളും നിറയുമ്പോൾ അള്ളാഹുവിന്റെ ബറക്കത്തുകൾ ഭൂമിയിൽ ഇല്ലാതാവും. അപ്പോൾ സഹോദരങ്ങളെ, തിന്മയുടെ അനന്തരഫലങ്ങൾ നാം ചിന്തിക്കണം. ഇബ്നു ഖയ്യിം ഇനിയും ധാരാളം കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന, വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഈ കിതാബ്. ഇന്നലെ ഒരു ഷെയ്ഖ് പണ്ഡിതൻ ഈ കിതാബിനെ കുറിച്ച് കൊടുത്തൊരു തഅലീഖ് വായിക്കാനിടയായി. ആർക്കെങ്കിലും ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, പിഴച്ച മാർഗത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, കൂടുതൽ നന്മയിലേക്ക് മുന്നേറണമെങ്കിൽ, അവൻ ആവർത്തിച്ച് മടങ്ങുന്ന തിന്മകളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ അവൻ ഈ കിതാബ് ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കട്ടെ എന്നുള്ളത്. കാരണം ഇതിൽ അതിനുള്ള ശിഫ കണ്ടെത്താൻ സാധിക്കും എന്ന് പണ്ഡിതന്മാർ കാലങ്ങളായി ഓർമ്മപ്പെടുത്താറുള്ള ഒരു കിതാബാണിത്. അല്ലാഹു തആല നമുക്ക് ഇത് ഉപകരിക്കുന്ന രീതിയിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതിൽ നിന്ന് ഉപകാരം ലഭിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസം വായിക്കാം. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.